യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുള്ളത് അറിയാതെയാണ് വീട്ടിൽ എനിക്കൊരു വിവാഹാലോചന നടന്നത്. അച്ഛനെ ധിക്കരിച്ചൊന്നും ചെയ്യാനുള്ള ധൈര്യമില്ലായിരുന്നു എനിക്ക്. എങ്കിലും എനിക്കൊരാളെ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. അരുണിമയുടെ അമ്മയും എൻ്റെ അച്ഛനും കൂടിയും വിവാഹാലോചനയുമായിട്ട് മുമ്പോട്ട് പോയി. ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചു. പക്ഷേ എന്നെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് അഞ്ജന ഞാനുമായിട്ടുള്ള ബന്ധം തുടർന്നു പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അച്ഛൻ കാരണമാണതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ കാണാനും സംസാരിക്കാനും കുറെ ശ്രമിച്ചു മോളെ. കോഴ്സ് കഴിഞ്ഞ് എന്നോട് പോലും പറയാതെ അവൾ പോയി. പതിയെ പതിയെ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അരുണിമയെ കല്യാണം കഴിച്ചു. ഒരു തെറ്റെനിക്ക് പറ്റി. അഞ്ജനയെ പറ്റി ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല. വിവാഹം കഴിഞ്ഞ് ഞാൻ പതിയെ പുതിയ ജീവിതമായിട്ട് അഡ്ജസ്റ്റായി. ആദ്യത്തെ 3-4 വർഷം ഞാനും അരുണിമയും കൂടെ കേരളത്തിന് വെളിയിലായിരുന്നു. വക്കീൽ പ്രാക്ടീസ് നിർത്തി ഞാൻ അച്ഛൻ്റെ ബിസിനസ് നോക്കി ജീവിച്ചു. അവളെ നീ ജനിച്ച് 3 വർഷം കഴിയുമ്പോഴാണ് ഞാൻ ഹേമേന്ദ്രനെ ആദ്യമായിട്ട് കാണുന്നത്. അഞ്ജന അയാളുടെ സഹോദരിയാണെന്നും അവൾ എന്നിൽ നിന്ന് പ്രഗ്നന്റ് ആയിരുന്നെന്നും അയാൾ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. ആദ്യം ഞാനത് അംഗീകരിച്ചില്ല. പക്ഷേ അയാൾ ആ പേരും പറഞ്ഞ് ഇടയ്ക്കിടെ വന്ന് എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അയാളുടെ പെങ്ങളുടെ ജീവിതം നശിപ്പിച്ച എന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് വെല്ലുവിളിച്ചു. ഒരിക്കൽ അരുണിമയുടെ മുമ്പിൽ വെച്ചും അത് സംഭവിച്ചു. അവളോടൊന്നും മറച്ചു വെക്കാൻ എനിക്കായില്ല. അവളെന്റെ കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുമ്പോൾ അരുണിമ ചോദിച്ചപ്പോൾ അതിനുള്ള സാധ്യത ഇല്ലാന്ന് പറയാൻ എനിക്കായില്ല. ഉറപ്പായും വിവാഹത്തിൽ കലാശിക്കുമെന്ന് വിശ്വാസമുണ്ടായിരുന്ന ഒരു ബന്ധം അത്രത്തോളം എത്തിയില്ല എന്ന് കള്ളം പറയാൻ എനിക്കായില്ല. അന്ന് അരുണിമ എന്നോട് ഒരുപാട് വഴക്കിട്ടു. ഞാൻ അവളെ മാത്രമല്ല അഞ്ജനയും വഞ്ചിച്ചു എന്നായിരുന്നു അവളുടെ പക്ഷം. അഞ്ജനയാണ് ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങിയതെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ട് അവൾ വിശ്വസിച്ചില്ല. അങ്ങനെയാണ് അഞ്ജനയെ തേടി ഞാനും അവളും പൂജയും കൂട്ടി യാത്ര പുറപ്പെട്ടത്. അഞ്ജന ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ അവളെ ജീവിതത്തിൽ കൂടെ കൂട്ടിയേക്കണമെന്നും അരുണിമ പിന്നീട് ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്നും അവളെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് അങ്കിൾ അവരെ കണ്ടോ? ഇല്ല, അവരാ നാട്ടിലുണ്ടായിരുന്നില്ല. തിരിച്ചു വരുന്ന സമയത്താണ് ആ ആക്സിഡന്റ് ഉണ്ടായത്.
കാലങ്ങൾക്ക് ശേഷം ഞാൻ ഹേമേന്ദ്രനെ വീണ്ടും കണ്ടു. അപ്പോഴൊന്നും അയാൾ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചതേയില്ല. പക്ഷേ എന്റെ കുടുംബം വീണ്ടും ഒന്നാവുന്നതുവരെ അയാൾ കാത്തിരിക്കുകയായിരുന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. പൂജ പൂജ കരയാതെ. മോളച്ഛനെ വെറുക്കുന്നുണ്ടോ? പറ മോളെ. അരുണിമ പറയുന്നത് പോലെ അച്ഛൻ അമ്മയും കുടുംബത്തെയും വഞ്ചിക്കുകയായിരുന്നെന്ന് എന്റെ പൊന്നുമോൾ കരുതുന്നുണ്ടോ? അങ്ങളെ തെറ്റുകാരനാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഇത്രയും കാലത്തിന് ശേഷം ഈ വിഷയത്തിന്റെ പേരിൽ നിങ്ങൾ എന്തിനകന്ന് കഴിയണം എന്നുള്ളതാണ്. ഞാൻ ആന്റി ഒന്ന് കാണട്ടെ. മോനെ, ഈ വിഷയം നമുക്ക് ഉടനെ തന്നെ പരിഹരിക്കാം. എനിക്കറിയാം അർജുൻ, മോള് പോയത് എന്നെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അങ്ങനൊന്നും ആവില്ല നിങ്ങള്. അതെ, സ്ത്രീകളുടെ മനസ്സങ്ങനെയാ. മറ്റെന്തോ ഒരു പൊറുക്കും. പക്ഷേ പ്രണയവഞ്ചന അതവർ പൊറുക്കില്ല. മരണം വരെ പൊറുക്കില്ല.